മഹാലക്ഷ്മി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ പതിവില്ലാതെ പുലർച്ചെ 4 മണിക്ക് മുന്നേ തന്നെ കുളിച്ച് പൂജാ റൂമിൽ ചെന്ന് വിളക്ക് തെളിയിക്കുകയാണ്. ശേഷം അവളാണെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും കരയണം, ആ കുഞ്ഞ് അതായത് നീലമോൾ എന്നേക്കുമായിട്ട് ഇല്ലാതെയാകണം, ആ ഒരു സന്തോഷ വാർത്ത തനിക്ക് കേൾക്കാൻ സാധിക്കണം, ഇപ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഭാഗം കനിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് അയ്യപ്പ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്നും വല്ലാത്തൊരു വെളിച്ചമാണ് കരുണയുടെ കണ്ണിലേക്ക് അടിച്ചു കയറുന്നത്. കരുണയാണെങ്കിൽ പേടിച്ച് അവിടെ നിന്നും ഓടി പോകുന്നുണ്ട്. ചെന്നെത്തുന്നതോ ദുർഗയ്ക്ക് മുന്നിലും. ദുർഗയാണെങ്കിൽ അവളുടെ ഒരു പരുങ്ങലൊക്കെ കണ്ടിട്ട്, എന്താടി എന്താ നിന്ന് പരുങ്ങുന്നേ, നീ എന്താ ഇപ്പൊ പൂജാ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അമ്മേ, ഞാൻ കുളിച്ച് വിളക്ക് വെക്കുകയായിരുന്നു. സമയം 4 മണി പോലും ആയിട്ടില്ലല്ലോ. അതിനു മുന്നേ കുളിച്ച് വിളക്ക് വെക്കാൻ മാത്രം എന്താ വിശേഷിച്ച്? ഇതുവരെയും ഇങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. എന്താടി പറയ്. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞ് ഹോസ്പിറ്റലിലാണ്. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് കരുതിയിട്ടാണോ നീ പ്രാർത്ഥിക്കാൻ കയറിയത്? അമ്മേ, എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാക്കാത്തത്? ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. കുഞ്ഞിനെ നല്ലത് മാത്രമേ വരുത്തണേ. ആ കുഞ്ഞിന് ഒരു പ്രശ്നമില്ലാതെ ഡിസ്ചാർജ് ആയി പോകണമെന്ന് പ്രാർത്ഥിച്ച്. ഉം നിന്നെയും നിന്റെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. നീയൊന്നും ഒരിക്കലും നന്നാവില്ലടി. അമ്മേ, അങ്ങനെയല്ല. അമ്മയ്ക്ക് നന്നാവെങ്കിൽ ഞങ്ങൾക്ക് നന്നായിക്കൂടെ? ഞാനും അച്ഛനും മുത്തശ്ശിയൊക്കെ ഒരുപാട് തിരിച്ചടി ഏറ്റുവാങ്ങി കഴിഞ്ഞു ഇതിനകം. അതുകൊണ്ട് ഇനി അവർക്ക് നേരെ ഒന്നിനും ഇല്ലമ്മേ. മാത്രമല്ല, ഇന്നലെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവി വന്ന് എൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെക്കാനായിട്ട്. കർക്കിടക മാസമൊക്കെ അല്ലേ? കർക്കിടക മാസം പകുതിയായല്ലോ. ഇതുവരെയും നിന്റെ ദേവി വന്ന് നിന്നോട് സ്വപ്നത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലേ? ദേ, ഉടായിപ്പൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. നിന്നെ എൻ്റെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതാ. എൻ്റെ സ്വന്തം മോളെ തള്ളിക്കളഞ്ഞിട്ട്. അതുകൊണ്ടേ എനിക്ക് കിട്ടിയ തിരിച്ചടിയാ. ആ ദൈവങ്ങൾ തന്നെയാണ് കണ്ണു തുറപ്പിച്ച് നിന്റെ സ്വഭാവം മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് നിന്നെയും ഞാൻ പ്രസവിച്ച എൻ്റെ മോനെയും ഞാൻ ഒരിക്കലും ഇനി സ്നേഹിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നന്നാവുന്നത് വരെ. നന്നായെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ദുർഗയാണെങ്കിൽ കരുണയെ വഴക്ക് പറയുന്നു. പിന്നെ ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. അതെ, ദൈവത്തിന്റെ കുഞ്ഞാണെന്നൊക്കെ പറയുമ്പോൾ ഈ തള്ള വെള്ളം കിട്ടാതെ ചത്തുപോണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ പുറത്തിരിഞ്ഞ് നിന്ന് ദുർഗയെ ശപിക്കുകയാണ്. എന്താടി നീ എന്നെ എന്നേക്കുമായിട്ട് കിടന്നു പോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ലമ്മേ. എന്തായാലും കേറി പോവാൻ നോക്ക്. നിന്നെയൊക്കെ ഈ വീട്ടിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയത് തന്നെ വലിയ അപകടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെ അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. അങ്ങനെ ദുർഗയ്ക്ക് കരുണയുടെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ശേഷം ജാനമ്മയാവട്ടെ രാവിലെയൊക്കെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരുമകൾ ഒരു ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അമ്മ ഇതാ ചായ, നീ തന്നെ കുടിച്ചതിന്റെ ചായ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയാണെങ്കിൽ അവിടെ നിന്നും ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവുകയാണ്. അമ്മ ഇതെന്താ ഇന്നലെ വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല, രാത്രിയാണെങ്കിൽ ഒരുപോലെ കണ്ണടച്ചില്ല. എടാ, എനിക്ക് ഇറങ്ങില്ല, എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു കാര്യം ഓർത്ത് തന്നെ എന്റെ കാലം കഴിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ, അമ്മേ, അവർക്കൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടാലും ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ നമുക്കതുപോലെ ഇല്ലല്ലോ. ഈ വീട് നഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ കുഞ്ഞിനെ കൊന്നത്. അമ്മ അങ്ങനെയൊക്കെ കരുതി സമാധാനിക്കും. എടാ, ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് വേണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ഒരമ്മയ്ക്കും തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട സഹിക്കാനും പറ്റില്ല. ഇനിയിപ്പോ എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും നിനക്കും ഇവൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇവൾ അമ്മയായിട്ടില്ല, നീ ഒരു അച്ഛനും ആയിട്ടില്ല. അതുകൊണ്ട് നിന്നോടൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ, അമ്മ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് അങ്ങോട്ട് പോവാൻ നോക്ക്. എന്നിട്ടേ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വാ. ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നതിനെ? അവിടെ കുഞ്ഞ് ഹോസ്പിറ്റലിലാണ്. ഡിസ്ചാർജ് ആയോ ഇല്ലയെന്ന് പോലും അറിയില്ല. ഇനി എന്ത് ഡിസ്ചാർജ് ആവാൻ, കുഞ്ഞ് മുകളിലോട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ ആ ദേവരാജൻ പറയുന്നു. എന്തായാലും നിങ്ങൾ എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയാണെങ്കിൽ റെഡിയായിട്ട് അനന്തപുരി വീട്ടിലേക്ക് പോവാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ദേവരാജനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് റോഡരികിൽ വെയിറ്റ് ചെയ്യാണ്. പ്രതാപൻ വരുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് മാത്രം 1 ലക്ഷം തന്നിട്ടുള്ളൂ. ബാക്കി തുക കൂടി കിട്ടിയാൽ, എടാ, നീയൊന്നും അടങ്ങ്. നിന്റെ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അവിടെ ചെന്നേ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞ് വിളിച്ചു പറയുമല്ലോ. ശേഷം നിനക്ക് ബാക്കി പൈസ തരാം. അതുവരെ ഞാനൊരു ചില്ലി കാശ് തരില്ല. അതെന്താ സാർ അങ്ങനെ? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇത് കേട്ട് ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ മോള്. ആ കണ്ണനും മഹാലക്ഷ്മിയും ആ കുഞ്ഞിന്റെ അടുത്തിരുന്ന് കരയണം. അതെന്റെ മോൾക്ക് കാണിച്ചു കൊടുക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അത് സാധിച്ചാൽ മാത്രമേ നിനക്ക് ബാലൻസ് പൈസ തരുള്ളൂ. പക്ഷെ ഞാൻ നിന്നെ തേക്കുന്നില്ല കേട്ടോ. അങ്ങനെ തേക്കുകയാണെങ്കിൽ പ്രതാപനാണ് കുഞ്ഞിനെ കൊന്നെന്നുള്ള കാര്യം നീ അങ്ങ് വിളിച്ചു കൂവി നടന്നോ എന്നിങ്ങനെ പറയണം. മാത്രമല്ല, അങ്ങനെ കാര്യം നടക്കുകയാണെങ്കിൽ നിന്റെ വീട് ജപ്തിയിൽ നിന്ന് മോചിപ്പിച്ച് നിനക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള തുക കൂടി ഞാൻ തരും. അത് പോരാടാ നിനക്കൊക്കെ ജീവിച്ചു പോകാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവരാജൻ പറയുന്നുണ്ട്, ശരി സാറേ, എങ്കിൽ പിന്നെ അമ്മ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കൊന്നും വേണ്ട. കാരണം കുഞ്ഞില്ലാതെയായാൽ സ്വാഭാവികമായിട്ടും അന്വേഷണമൊക്കെ എൻ്റെ നേർക്ക് വരും. അപ്പൊ പിന്നെ കുടുങ്ങാൻ നിൽക്കണ്ട. ഫോണിലുള്ള വിളിയൊക്കെ കമ്മിയാക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും
പ്രതാപം പോവുകയാണ്. അങ്ങനെ ദേവരാജനാണെങ്കിൽ പലതും ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ശേഷം ജാനമ്മയാണെങ്കിൽ അനന്തപുരി വീട്ടിലേക്ക് വരികയാണ്. അവരാണെങ്കിൽ പേടിച്ചിട്ടാണ് ഗേറ്റ് തുറക്കുന്നത് തന്നെ. ഒരു ഞെട്ടലോട് കൂടി തന്നെ വീട്ടിലേക്ക് നോക്കുകയാണ്. ഈശ്വര, കുഞ്ഞ് ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ടാകുമോ? ഇവിടെ ആരും ഇല്ലല്ലോ. കുഞ്ഞിനൊരാപത്തും സംഭവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരാണെങ്കിൽ അകത്തേക്ക് കയറി പോകുമ്പോൾ അനന്തു ആണെങ്കിൽ പേപ്പർ വായിക്കുകയാണ്. അനന്തു ജാനമ്മ വരുന്നത് കാണുന്നുണ്ട്. ആഹാ, കാത്തിരുന്നാൾ എത്തിയല്ലോ എന്ന് പറഞ്ഞ് കണ്ണനെ വിളിക്കുകയാണ്. അതെ ജാനമ്മേ, കുഞ്ഞിന്റെ അമ്മയ്ക്ക് പാലില്ലാത്തത് കൊണ്ടാണ് പാല് കലക്കി കൊടുക്കാനായിട്ട് പറഞ്ഞത്. പക്ഷെ അത് അളവിൽ കൂടുതൽ പാടില്ല കേട്ടോ. കുഞ്ഞിനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അയ്യോ സാറേ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല, ആളിപ്പം പിടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് മഹി വരുന്നു. ദേ, ഒരു കുഴപ്പമില്ല, ചെറിയൊരു പ്രശ്നം. എന്താന്ന് ഞങ്ങൾക്കും അറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ പാലൊക്കെ കലക്കി കൊടുക്കുമ്പോൾ ഇനി സൂക്ഷിക്കണേ. ആണോ മോളെ? ശരി ശരി. എന്തായാലും ജാനമ്മ പോയിട്ടേ കുഞ്ഞിനെ കുളിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ കുഞ്ഞിനെ ജാനമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ജാനമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അവരാണെങ്കിൽ കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് കുറച്ചങ്ങോട്ട് മാറി നിന്ന് ചിന്തിക്കുകയാണ്. ഈശ്വര, ഇപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണത്. പക്ഷേ വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ പാവം, അവർക്കാകെ വിഷമമായെന്ന് തോന്നുന്നു. ജാനമ്മയുടെ മുഖമൊക്കെ ആകെ മാറി. എടാ, അവരൊരു പാവ സ്ത്രീയാണ്. അതുകൊണ്ട് ലേഖയോട് വെറുതെ അവരെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞോളാടാ, കുഴപ്പമില്ല. അങ്ങനെ മഹി പറയുന്നുണ്ട്. അല്ല അനന്തുവേട്ട, ലേഖയ്ക്ക് കുഞ്ഞിനോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള ലേഖ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ എന്താ സമ്മതിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി എന്തായാലും അവൾ സമ്മതിക്കില്ല. നീലമോളും കൂടി ഉണ്ടായതല്ലേ. നിങ്ങൾ രണ്ടുപേരും ആ നീലമോളെ കാണാനുള്ള അവസരം മാത്രം അവൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ദേവരാജന്റെ ഭാര്യയാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവരാജനാണെങ്കിൽ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. എടി, ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്താ ഏട്ടാ, എന്ത് പറ്റി? എൻ്റെ കാലിലെ എന്തോ കടിച്ചു, എന്താണെന്ന് അറിയില്ല. അയ്യോ, എന്താ കടിച്ച്? പെട്ടെന്നാണ് അവിടുത്തെ വേറൊരു ജോലിക്കാരൻ ഓടി വരുന്നത്. അതെ അണ്ണാ, അതെ, ഉഗ്രവിഷമുള്ള മൂർഖമ്പാമ്പാ കടിച്ചത്. ഞാനേ കാർ എടുത്തിട്ട് വരാം, നിങ്ങൾ റെഡി ആവുമെന്ന് പറയുമ്പോൾ ആ ദേവരാജന്റെ ഭാര്യയാണെങ്കിൽ അലറി കരയുകയാണ്. എടി, വേഗം ചെന്ന് ഒരു തോർത്തെത്തിട്ട് വാ. അങ്ങനെ ദേവരാജന്റെ ഭാര്യ വേഗം തന്നെ ജാനമ്മയെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. ജാനമ്മയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ അലറി കരയുന്നു. തൻ്റെ മകന് പാമ്പ് കടി ഏറ്റു, അല്ലെങ്കിൽ ഉഗ്രവിഷം തീണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ ജാനമ്മ ചിന്തിക്കുകയാണ്. വിഷം കൊടുത്ത കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ അത് കണ്ടുകൊണ്ട് മഹി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ജാനമ്മേ, എന്താ മുഖമൊക്കെ ഒരു മാതിരി ഇരിക്കുന്നത്? ആരാ വിളിച്ച്? അത് പിന്നെ മോളെ, എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. എന്താ, എന്ത് പറ്റി? എൻ്റെ മോനെ പാമ്പ് കടിച്ചെന്ന്. ആണോ? എങ്കിൽ പിന്നെ ജാനമ്മ എത്രയും പെട്ടെന്ന് പോയിക്കോളൂ. മഹിയാണെങ്കിൽ പുറകെ നിന്ന് വീണ്ടും വിളിക്കുന്നുണ്ട്. ജാനമ്മേ, ഒരു മിനിറ്റ്, പൈസ എന്തെങ്കിലും വേണോ? വേണ്ട മോളെ, ഇപ്പൊ ഒന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി പോവുകയാണ്. ഈ സമയം കരുണയാണെങ്കിൽ ഒരു സന്തോഷ വാർത്ത കിട്ടാതെ, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചതിന്റെ ഒരു വിവരവും അറിയാതെ ആകെ വിഷമിച്ച് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുർഗയാണെങ്കിൽ കുളി കഴിഞ്ഞ് ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവർക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടുള്ള നൃത്തമാണ് കരുണയുടേത് എന്നുള്ള കാര്യം ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.